ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഫൈനൽ പരീക്ഷയിൽ വിജയം നേടി നാടിന് അഭിമാനമായി കൊല്ലം അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി ശ്രീജിത്ത്. ശ്രീജിത്തിന്റെ വിജയം അഭിമാനകരമായ നേട്ടമാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ശ്രീജിത്തിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇത്രയും ഏറ്റവും കൂടുതൽ ക്യാഷ് ചിലവുള്ളൊരു കോഴ്സാണ് CA എന്ന് പറഞ്ഞാൽ. അത് പാസ്സായി എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ ഒരു ഏറ്റവും കൂടുതൽ പ്രയത്നവും അതുപോലെ തന്നെ അവൻ്റെ നിശ്ചയദാർഢ്യവുമാണ് ഇതിൻ്റെ വിജയത്തിന് ഈ ഏറ്റവും കൂടുതൽ പ്രയത്നപ്പെട്ടത്. അന്നേരം എല്ലാവിധ നമ്മുടെ നാടിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തുടർന്ന് നല്ലൊരു ജോലിയെ കിട്ടി വളരെ നല്ല കൂടിയ ശമ്പളം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീടിൻ്റെ അത്താണിയായി മാറട്ടെ എന്ന് മാത്രമാണ് ഞാൻ നിമിഷത്തിൽ പറയാനുള്ളത്. അഗസ്ത്യക്കോട് സ്വദേശി ഓട്ടോ ഡ്രൈവറായ ഉദയന്റെയും ആശാവർക്കറായ ശ്രീലതയുടെയും മകൻ ശ്രീജിത്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഫൈനൽ പരീക്ഷയിൽ വിജയം നേടി നാടിന് അഭിമാനമായത്. ക്ലാസ് ഞാൻ പഠിച്ചത് മലയാളം മീഡിയമാണ്, ഈസ്റ്റിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +1 +2 ബെസ്റ്റിലേക്ക് മാറിയായിരുന്നു, കൊമേഴ്സാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഡയറക്റ്റ് CAക്ക് വരിക ചെയ്തത്. CAക്ക് വന്ന് 1-2 അതിൻ്റെ കൂടെ തന്നെ ഞാൻ BCom ചെയ്യുന്നുണ്ടായിരുന്നു. BCom പ്രൈവറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. BCom പഠിക്കുന്നതിൻ്റെ കൂടെ CA പഠിക്കുന്നുണ്ടായിരുന്നു. BCom പാസ്സായിട്ട് പിന്നെ MCom എടുത്തു, അന്നേരം CAക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ CAയുടെ ഇൻ്റർ പാസ്സായിട്ട് ആർട്ടിക്കിൾഷിപ്പ് ട്രിവാൻഡ്രത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു 3 വർഷം. പിന്നെ ആ സമയം ചെറിയ സ്റ്റൈഫൻറ്റും കാര്യങ്ങളുണ്ട്. ആ പൈസയും പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ ക്യാഷും എല്ലാം അടിച്ച് ക്ലാസ്സും കാര്യങ്ങളെല്ലാം പോയായിരുന്നു. ആർട്ടിക്കിൾഷിപ്പ് 3 വർഷം കഴിഞ്ഞപ്പം മത്സ്യഫെഡ് ജോലി കിട്ടിയായിരുന്നു അക്കൗണ്ട്സ് ഓഫീസറായിട്ട്. പിന്നെ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് ജോലി കിട്ടി അവിടെ ഒരു 3 വർഷം വർക്ക് ചെയ്തു. അന്നേരം അവിടെ ഓൾമോസ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം ആയപ്പം ജോലി റിസൈൻ ചെയ്തു. പിന്നെ അത്യാവശ്യം ക്ലയൻറ്റിൻ്റെ ബേസ് ഉള്ളതുകൊണ്ട് പ്രൈവറ്റായിട്ട് കൺസൾട്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 2019 മത്സ്യഫെഡിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് കൺസൾട്ടൻ്റായിട്ട് അത്യാവശ്യം കുറച്ച് ക്ലയൻസിൻ്റെ പരിചയം ഉള്ളതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. അതിൻ്റെ കൂടെ പാരലായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ MCom എഴുതിയെടുത്തായിരുന്നു. അന്നേരം ഇത് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ക്ലിയർ ചെയ്തത്. ഹാർഡ് വർക്കിംഗ് അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, എന്നും പഠിക്കാൻ നോക്കുക, കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ നോക്കുക. എങ്കിലും ഒരു ദിവസം നമുക്ക് വിജയിക്കാൻ പറ്റും. സ്റ്റേറ്റ് സിലബസിലാണ് SLCയും +2യും ശ്രീജിത്ത് പഠിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് തനിക്ക് ഈ പരീക്ഷാ വിജയം നേടാനായതെന്ന് ശ്രീജിത്ത് പറഞ്ഞു. SLC പഠനം അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും +1 +2 പഠനം അഞ്ചൽ വെസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു ശ്രീജിത്ത് പഠിച്ചത്. +2വിൽ കൊമേഴ്സ് ആയിരുന്നു ശ്രീജിത്ത് തിരഞ്ഞെടുത്തത്. അവനാണെങ്കിൽ ഈ കണക്കിനൊക്കെ നല്ല ഇതായതുകൊണ്ട് ടീച്ചേഴ്സ് തന്നെ ഇവിടെ വെസ്റ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് പറഞ്ഞത് CAക്ക് പോയാൽ നല്ലതാണെന്ന്. അവനിവിടെ വന്ന് പറഞ്ഞു, നമ്മൾ സപ്പോർട്ട് ചെയ്ത്. എന്നാൽ ഭയങ്കര അങ്ങ് പഠിത്തമെന്ന് പറയാനില്ല, ഒരു ആവറേജ് പഠിത്തമായിരുന്നു അവർ രണ്ടുപേരും പഠിച്ചത്. രണ്ടുപേരും CAക്ക് തന്നെ പോയി. മൂത്താളിപ്പം പാസ്സായി. സന്തോഷം. CAക്കാരനാകണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ശ്രീജിത്തിനുണ്ടായിരുന്നത്. എറണാകുളത്തുള്ള സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റേൺഷിപ്പിലൂടെയായിരുന്നു ശ്രീജിത്ത് ഈ നേട്ടം കൈവരിക്കാനായത്. ഇതിനിടെ ശ്രീജിത്തിന് മത്സ്യഫെഡിൽ അക്കൗണ്ടന്റായി ജോലി ലഭിക്കുകയും ചെയ്തു. 3 വർഷക്കാലം ജോലിക്കൊപ്പം പഠനവും തുടർന്നു. പിന്നീട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാനായി ശ്രീജിത്ത് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ അഗസ്ത്യക്കോട് നിവാസികൾക്ക് ശ്രീജിത്തിന്റെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൈനൽ പരീക്ഷ പാസ്സായത് ഒരു വലിയ അഭിമാന നിമിഷമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരൊന്നും ഇല്ല, ഇതിലുണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ വലിയ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ചു സർക്കാർ സ്കൂളിൽ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ +2 10ാം ക്ലാസ് വരെ പഠിച്ചു. വെസ്റ്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വരെ പഠിച്ചു. അതിനുശേഷം എറണാകുളത്ത് പോയി. അന്നേരം തന്നെ ഞാൻ ശ്രീജിത്തിൻ്റെ അച്ഛനോട് പറഞ്ഞത്, ഈ സ്റ്റേറ്റ് സിലബസിൽ നിന്നും വന്നവരെ ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. കാര്യം അവർക്ക് അത്ര പിന്നെ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഈ ശ്രീജിത്ത് അവരുടെ പ്രതീക്ഷ തെറ്റിച്ചു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. CAയുടെ ഫൈനൽ പരീക്ഷയും പാസ്സായി. നമ്മുടെ നാടിന് അഭിമാനമായി. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണിത്. ശ്രീജിത്തിന്റെ വിജയം ഞങ്ങളുടെ എല്ലാം സ്വന്തം വിജയം പോലെ കണക്കാക്കുകയാണ്. മാതാപിതാക്കളുടെ തുച്ഛമായ വരുമാനമുള്ള കുടുംബത്തിൽ ഈ നേട്ടം കൊണ്ടുവന്ന ശ്രീജിത്തിനെയും കുടുംബത്തെയും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു.